ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചേമ്പ് പുഴുങ്ങുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ചേമ്പ് പുഴുങ്ങുന്ന ഒരു വീഡിയോയാണ്. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പിഴുത ചേമ്പൊന്നുമല്ല, എടുത്ത ചേമ്പൊന്നുമല്ല. ഇത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഈ ചേമ്പ് പിഴുതിട്ട് കുറച്ച് ദിവസം ആയെന്നാണ് തോന്നുന്നത്. ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടേ. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കൃഷി ചെയ്തൊക്കെ എടുക്കുന്നതാണെങ്കിൽ നല്ല പച്ച ചേമ്പായിട്ട് കിട്ടൂല. ഇത് ഇത്തിരി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കാനൊക്കെ പാടാണ്, ഇളകി വരാനൊക്കെ പാടാണ്. അപ്പം നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്തൊക്കെ ചേമ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഒന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്നൊക്കെ ഇതുപോലെ വാങ്ങിച്ച് കഴിക്കാനേ പറ്റത്തുള്ളൂ. വീടുകളിലൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെ വൃത്തിയാക്കിയൊക്കെ എടുക്കാം. തൊലിയൊക്കെ കുറച്ചൊക്കെ പോകുന്നുള്ളൂ, ഇളക്കി ചുരണ്ടി ഇളക്കാനൊക്കെ പാട്. ഒരു പരുവത്തിനൊക്കെ വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ ഒരുവിധമൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി നല്ലപോലെ കഴുകി വേറൊരു പാത്രത്തിലോട്ടാക്കാം. ഇത് ഞാൻ വേറെ 2-3 വെള്ളം കഴുകിയതാണ്. ഇത് ലാസ്റ്റിലത്തെ വെള്ളമാണ് ഈ കഴുകിയെടുക്കുന്നത്. ഇതൊരു പാത്രത്തിലോട്ടിട്ടിട്ട് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. ഇട്ടിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം. അത്രയും വെള്ളം മതി. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് വയ്ക്കാം. ഇനി ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. അടച്ചു വെച്ചേക്കാം. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് വെന്തിട്ട് ഇനി നോക്കാം. വെന്തിട്ടുണ്ട്. തിളച്ച് നല്ല പോലെ വെന്തിട്ടുണ്ടെന്ന് നോക്കാവേ. വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. വെന്ത് നല്ല പോലെ വെന്ത്. ഇനി നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് കുടഞ്ഞെടുക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കുടഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ചേമ്പ് ഉണങ്ങിക്കഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ പാടാണ്, ഒരുമാതിരി ഇരിക്കും. പക്ഷേ ഇത് നല്ലപോലെ വെന്ത്, ഇത് പഴകിയ ചേമ്പാണെങ്കിലും വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് വിളമ്പാം. ഇത് ചമ്മന്തിയാണ്. ചമ്മന്തി എന്നത് തേങ്ങ പച്ചമുളക് വെച്ചരച്ച ചമ്മന്തിയാണ്. അതാണ് വെള്ള കളറിലിരിക്കുന്നത്. ഇത് പിന്നെ ഉള്ളിയും മുളകും പുളിയും കൂടെ ചതച്ചെടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും കൂടെ എടുത്ത് ചാലിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ രാത്രി ഭക്ഷണത്തിന് ഒരുക്കിയിരിക്കുന്ന സാധനമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചേമ്പ്